ഗായ്സ് നമ്മൾക്കൊരു കൂഴുണ്ടാക്കിയാലോ. നമ്മൾ ഉണ്ടാക്കുന്നത് ഈ ഒരു ബൾബ് വെച്ചിട്ട്. ഇത് പകുതി ഞാനൊരു വീഡിയോ എടുത്തു, പക്ഷെ അത് പെട്ടെന്ന് കട്ടായിപ്പോയി. എൻ്റെ കൈ തട്ടാണ് കട്ടായിപ്പോയി. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീണ്ടും വേറെ ഒരു വീഡിയോ എടുക്കണം. ഇതിന് വേറെ കുറച്ച് സാധനം മതി കേട്ടോ. പെയിൻറ്റ് ഏതൊക്കെയെന്ന് പറയാം. ഒന്ന് കണ്ടോ, റെഡ്, വൈറ്റ്, പിന്നെ ഒരു ലൈറ്റ് ഗ്രീൻ മാത്രം മതി കേട്ടോ. ഈ ഒരു 3 കളറും പിന്നെ പശ അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണ്, പിന്നെ ഒരു ബഡ്സ് അല്ലെങ്കിൽ പെയിൻറ് ബ്രഷ്, എന്നാൽ കൂർപ്പ് പോലുള്ള പെയിൻറ് ബ്രഷോ, പിന്നെ ഒരു മൂടി, ഇത് മാറ്റും ഒരു മൂടി. ഇത്രയും സാധനങ്ങൾ മതി കേട്ടോ. പിന്നെ ഒരു ബൾബ്, കേടുവന്നൊരു ബൾബ്. ഇനി നമുക്ക് ഇതിൽ ഈ ബൾബും നല്ലപോലെ ഒന്ന് പെയിൻറ്റ് എടുത്തെടുക്കാം. ഞാനിത് ഉണ്ടാക്കാൻ കാരണമായിട്ട് ഇപ്പോഴല്ല, മുമ്പല്ല, കുറച്ച് ഇത് ഉണ്ടാക്കാനൊക്കെ എത്തി. ഉണ്ടാക്കാനുള്ളത് കിട്ടണ്ടേ സമയം. സ്കൂളല്ലേ, സ്കൂൾ കഴിഞ്ഞ് മദ്രസ കഴിഞ്ഞ സ്കൂൾ കഴിഞ്ഞ അതുകൊണ്ട് പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാം. പിന്നെ പെട്ടെന്ന് ഇത് വീഡിയോ ഇടാൻ വിചാരിച്ചു. അപ്പോൾ അതുതന്നെ ഇന്നിപ്പോൾ ശനിയില്ല, അപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ ആയിട്ട് ഇടാൻ വിചാരിച്ചു. ഞാൻ കുറച്ച് ചോറൊക്കെ തന്നു ഞാനൊന്ന് കടക്കി. അതുകൊണ്ട് പിന്നെ നേരെ കൊടുക്കുന്നു. നമുക്ക് വേണ്ട അത്രയും പെയിൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. അല്ല കുറേ എടുത്തെടുത്ത് വാട്ടർ പെയിൻ്റ് ആകുമ്പോൾ ഇങ്ങനെ വെള്ളം പോലെ ആകും കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ഒരു ഇതാക്കണം. അപ്പോൾ കൊണ്ട് ഫുള്ളായിട്ട് കൊടുത്തിട്ടോ നമുക്കിത് റെസ്റ്റിൽ വെക്കാം. ഇത് റെസ്റ്റിൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് ഞാനത് ഉണങ്ങാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി വെച്ചതുണ്ട്. കയ്യൊക്കെ ബാക്കി ഇവിടെയൊക്കെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കളയണം. ഇന്ന് നമ്മൾ ഇതിമലാണ് ഇനി അടുത്ത പെയിൻറ്റ് ഇട്ടു. നമുക്കിത് ഈ ബ്രഷ് ഒന്ന് കഴുകുക. നല്ലപോലെ അതൊക്കെ എടുത്ത് നമുക്കൊരു വൈറ്റിന് ആവശ്യമുള്ള കളറ് ഗ്രീൻ. നമുക്ക് ഫസ്റ്റ് നമ്മൾ റെഡ്, പിന്നെ വൈറ്റ്, പിന്നെ ലാസ്റ്റ് ഗ്രീൻ, അങ്ങനെ ഇട്ട് നമ്മൾ പെയിൻറ്റ് വൈറ്റ് കൊടുത്തു. അത് നമുക്ക് നേരെ പണിയിലോട്ട് നമുക്ക് ഇവിടെ നിറച്ചായിട്ട് ലെഫ്റ്റ് ഫുള്ളും പണിപാളി ഗൈസ്. ഇങ്ങനത്തെ ഒരു പണിക്കാതായിട്ട് നിൽക്കുന്നുണ്ടോ പെയിൻ്റ് എടുത്തപ്പോഴത്തേക്ക് റോസ് വെള്ളയിട്ട് കളറാണ്. ഞാൻ ഇതൊന്ന് കഴുകിയിട്ട് വരാം കേട്ടോ. ഇപ്പോൾ ഗൈസ് ഞാൻ കഴുകിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് വാട്ടർ കളറല്ല, വേറെ ഒരു കളറാണ്. എൻ്റെ ബ്രദറിൻ്റെ കളർ ഞാൻ എടുക്കാം. നമുക്കിതൊന്ന് പെയിൻറ്റ് അടിച്ചെടുക്കാം. സൂക്ഷിച്ചടിച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ അടിച്ചെടുക്കരുത്. അപ്പോൾ ബ്രഷ് നിറച്ചൊക്കെ അതാ ഇങ്ങനെ അടിച്ചെടുക്കാം. ഇങ്ങനെ അടിച്ചിട്ട് പെട്ടെന്ന് ഇപ്പോൾ നമുക്ക് സ്പോഞ്ചോട് അടിച്ചെടുത്താൽ പെട്ടെന്നാവില്ല. ഞാൻ സ്പോഞ്ച് എടുത്തിട്ട് കേട്ടോ. നല്ല സ്പോഞ്ച് എടുത്തപ്പോൾ അടിച്ചതിന് നനച്ചിട്ട് നമുക്ക് വൈറ്റിരുന്നൊരു കോട്ടിങ് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. അതാ ഇതെടുക്കുക കേട്ടോ. ഞാൻ പറഞ്ഞത് ബ്രഷ് കൊണ്ട് ചെയ്ത് കുറേ നേരം കിട്ടും. അതുകൊണ്ടാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്തിട്ട് ചെയ്യണം.
ഞാൻ മാത്രമേ ഉള്ളൂ, വീഡിയോ എടുക്കാൻ ആവില്ല കേട്ടോ. ഇവിടെ ഫോണ് ഞാൻ ക്യാമറ ചാമരി വെച്ചേക്കാം കേട്ടോ. മട്ടൻ ചെയ്യണം കേട്ടോ. എന്നിട്ട് അടുക്കള അല്ലാതെ വൈറ്റ് കുറച്ചുകൂടി എടുക്കുക. വൈറ്റ് പെട്ടെന്ന് കഴിയും കേട്ടോ. അങ്ങനെ കോട്ടിയെത്തി ചെയ്യുമ്പോൾ പെട്ടെന്ന് കഴിയുന്നുണ്ട് വൈറ്റ്. എൻ്റെ ബ്രദർ എന്ന് പറഞ്ഞാൽ എൻ്റെ തേർഡല്ല കേട്ടോ, സെക്കൻഡ്. വെള്ളം ചിന്തിട്ടോ, ഇനി തൂത്താൻ എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് വരാം കേട്ടോ. അപ്പോൾ ഗൈസ് പെട്ടെന്ന് വെള്ളമല്ലേ, എനിക്ക് അത് കുഞ്ഞൊരു കൊപ്പി അതിലത്തെ വെള്ളം എന്നിട്ട് ചിന്തി. അപ്പം അത് പെട്ടെന്ന് തൂത്താൻ വേണ്ടിയിട്ട് പോയത്. ഇതാണ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചത്. നമുക്കിത് മൊത്തത്തിൽ പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഗായ്സ് ഞാൻ പോയത് എന്തുകൊണ്ട് പെയിൻറ്റിൻ്റെ കണ്ട് ഇവിടെയായിട്ട് പെയിൻ്റായിട്ടായി വൈറ്റ് പെയിൻറ്റ് ഞാൻ ഇങ്ങനെ ഇട്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത് അതിൽ. അതുകൊണ്ട് ഞാൻ അതൊന്ന് നിർത്തി വെച്ച് പെയിൻറ്റ് ഇത് ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്ത് കവർ ചെയ്തെടുക്കാം. ഫെയറി ലൈറ്റ്സും കൂടി ഇങ്ങനെ നോക്കുമ്പോൾ പെയിൻറ്റ് ഉണ്ടാവും കേട്ടോ. പകുതിയായിട്ടോ. ഇപ്പം ഇത് ഇവിടെയൊക്കെ കൊടുക്കണം കേട്ടോ. കൈമാവും എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും എനിക്ക് ആവശ്യമില്ല. എന്നാലും പിന്നെ അപ്പം എനിക്ക് ഫുള്ള് ഇതൊന്ന് ഉണങ്ങാൻ വെച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഗായ്സ് ഞാനിത് ഉണങ്ങാനൊക്കെ വെച്ച് ഇനി ഇതൊന്ന് ഉണങ്ങട്ടെ. അപ്പോൾ ചില ആൾക്കാരുടെ പേര് ഞാൻ ഹായ് പറയണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ പറയാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയറും ചെയ്യണം. ഇത് 4 ചെയ്താൽ നിങ്ങൾക്ക് ഇനി മുതൽ കുറേ നിങ്ങൾ എന്ത് ആർട്ട് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ. ഞാൻ പിന്നെ ജേർണിങ് അതൊക്കെ ചെയ്യാം കേട്ടോ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഒക്കെ ഞാൻ ചെയ്യും. ഓക്കെ, അപ്പം നിങ്ങൾ സന്തോഷം. ഇതാണ് ഗായ്സ് പെയിൻറ്റ്. ഇതിൻ്റെ പേര് ഞാൻ വാട്ടർ കളറെന്ന് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഫുള്ള് ഞാൻ വായിച്ചുതരാം. സെക്യൂനിഡൻസ് വാട്ടർ കളർ കേട്ടോ എൻ്റെ പേര്. ചെറുതിലെന്തൊക്കെയോ ഇങ്ങനെ കുറച്ചാണ് കേട്ടോ. ഈ ഒരു ഗ്രീൻ്റെ പേരെന്താ ഞാൻ പറയുന്നുണ്ട്, ലൈറ്റ് ഹ്യൂ ആണ്. ഇത് വൈറ്റ് കൊടുത്തിന് ഇതിൽ എന്താ ക്രീം എന്നാട്ടോ ഇതിൽ കൊടുക്കുന്നത്, റെഡിന് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ഉണങ്ങിക്കണമെന്നോ ഞാൻ നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പം ഗായ്സ് ഈ റെഡ് എനിക്ക് ഒന്ന് കൊണ്ട് മേലുഭാഗം ഇങ്ങനെയൊക്കെ ഒന്ന് ഇത് ഉണങ്ങിയിട്ടോ. ഇനി നമുക്ക് ഇതൊരു ഇങ്ങനെ കുത്ത് പോലെ ഉണ്ടാവില്ല, അതാട്ടോ ഇങ്ങനെ ചെയ്യണം. നമുക്ക് പെട്ടെന്ന് അതിനുള്ള പണി നോക്കാം. ഒരു ബഡ്സ് വേണം. വൈറ്റ് കളർ കുറച്ചുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ല കുറച്ചുള്ളൂ, കുറച്ചുകൂടി ഉണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഞാൻ പറഞ്ഞത് എന്താ അറിയുമോ,
അതല്ല കേട്ടോ, ഇപ്പോൾ പറഞ്ഞില്ല, ചെറുതായിട്ട് മാറിപ്പോയിട്ടോ. ഒരു ബഡ്സ് എടുക്കുക, എന്നിട്ടതാ പെയിൻറ്റ് നോക്കുക. എല്ലായിടത്തും ഇങ്ങനെ കുത്ത് പോലെ ഇട്ടിട്ട് ഇപ്പോൾ ഗൈസ് ഞാനിത് എല്ലായിടത്തും ഇങ്ങനെ ഒരു കുത്ത് പോലെ കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഉടങ്ങിയോട്ടെ, അപ്പം ഞാനൊന്ന് പൗസ് ആക്കട്ടെ. അങ്ങനെ നമ്മൾ ആ സർക്കിൾ സെറ്റ് ചെയ്തിട്ടോ. ഇനി നമുക്ക് ഇത് കൂടെ ഒന്ന് സെറ്റ് ചെയ്യണം. ഇതെങ്ങനെയാണോ ഞാൻ സെറ്റ് ചെയ്യുക? ഗ്രീൻ കളർ എടുത്തില്ല. ഇതാണ് ഗായ്സ് കൈ പെയിൻറ്റ് കാവുന്നുണ്ട് കേട്ടോ. അത്ര ഉണങ്ങിയില്ല, പെട്ടെന്ന് വീഡിയോ ചെയ്ത് കഴിച്ചിട്ടുണ്ടാകും. ഇത് നാളെ ആകുമ്പോൾ ഇത് ഉണങ്ങി കിട്ടും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫൈനല് വീഡിയോ കൂടി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ തട്ടി കൂട്ടിയിട്ടുണ്ട്, പാട്ട് കൊടുക്കുന്നുണ്ട്. പെയിൻറ്റ് പോയി അത് തോന്നിയിട്ടുണ്ട്. പെയിൻറ്റ് കൊടുത്തോന്ന് വിചാരിക്കണ്ട, കൊടുത്തിട്ടില്ല. ഇനി കഴിച്ച് നമുക്ക് ഇത് വെള്ള അതിനുള്ള സാള് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ വിടർത്തി അല്ലെങ്കിൽ ശരിയാണ്. അപ്പം ഇതിൽ നോക്കുക, ഓരോരോ സാധനം ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തോളാം. ചെറിയ ആയിക്കോളൂ. ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ടൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ മഷ്റൂം മേക്കിംഗ് എന്ന് അടിച്ചെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പണിയും കിട്ടും. മഷ്റൂം എന്ന് നമ്മുടെ കൂണില്ലാത്തതാണ് കേട്ടോ. ഈ മേക്കിംഗ് അടിച്ചെടുത്തത്. അപ്പോൾ നമുക്ക് നമുക്ക് ഒരു ലേസിൻ്റെ അതുകൊണ്ട് ഇങ്ങനെ ചെയ്തെടുക്കാണ്ട് ഫ്ലവർ ഞാൻ ബഡ്സ് കൊണ്ടിട്ട് ചെയ്യണേ. പണി റെഡ് കളറാണ്, കുറച്ചേറെ എത്തില്ല. നേരെ പണിയിലോട്ട് നിങ്ങൾ എങ്കിലും ഇതിരിക്കണേ. നിങ്ങൾ കുറച്ചും എൻ്റെ അടുത്ത് ഒരു കൂടുണ്ട് കാണാൻ. ഇപ്പോൾ എന്താവശ്യത്തിന് എന്തെങ്കിലും സാധനം നോക്കിയാൽ അപ്പോൾ കാണാണ്ടാവും.
അങ്ങനെ ബഡ്സോൺ ഇങ്ങനെ കുത്തുണ്ടാകുമ്പോൾ നല്ല ടിക്ക് കുത്ത പോലെ ഇങ്ങനെ കിട്ടും. ഇപ്പോൾ ഈ എരിവുള്ള ചെറിയ ഉണ്ട്. ഈ പെടാപാട് എനിക്ക് മാത്രം അറിയില്ല. എനിക്കും പിന്നെ ഈ ഇങ്ങനെ പല യൂട്യൂബർമാരിങ്ങനെ ചെയ്തത് കണ്ടിട്ടാണ്. പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട താത്താൻ്റെ വീഡിയോ ഭയങ്കര ഇഷ്ടം. താത്താൻ്റെ ചേച്ചീൻ്റെ വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടം. എപ്പോഴും കാണും. അതിൽ നോക്കിയിട്ട് ഞാൻ പല ക്രാഫ്റ്റ്സ് പ്രത്യേകിച്ച് ഈ ഒരു കൂണ് ചെയ്തു തുടങ്ങിയിട്ട് നമുക്കറിയില്ല ഇനി ഇത്ര ഭംഗിയിലൊക്കെ വരും. ഇപ്പം തന്നെ ഒരു കാണാനൊരു ഇഞ്ചൊക്കെ ഉണ്ട്. ജലാളൊന്നുമില്ലാത്ത ആളെ ജനമെന്നുള്ളതിട്ട് നമുക്കൊക്കെ നടുവത്തെ ഫ്ലവർ മാത്രം കുറച്ച് ഇങ്ങനെ നീട്ടിക്കാണ്ടിട്ടോ. അങ്ങനത്തെ ഫ്ലവേഴ്സ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. നടുവിൽ വരുമ്പോൾ നടുവിൽ മാത്രം അങ്ങനത്തെ ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ ഉണ്ട് ഒരു നേച്ചുറൽ ബ്യൂട്ടി പോലെ കിട്ടുള്ളത്. ഇനി ഇപ്പം ഇതേ ഒരു ഇതില്ല, ഒരു കൂണ് പോലെ ഒന്നും തോന്നുള്ള അതിലുണ്ടോ കൂണൊന്നും തോന്നുന്നില്ല. ഇതല്ല കേട്ടോ ഗൈസുകൾ ഉണ്ടോ. നിങ്ങളിപ്പോൾ കണ്ടില്ലേ, അത് നമ്മളെ പെയിൻറ്റിൻ്റെ ഐറ്റംസ് നിങ്ങൾ കണ്ടില്ലല്ലോ. നമുക്ക് കാണിച്ചത് കേട്ടോ. നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഓക്കെ നമുക്ക് നമ്മളെ ബ്രഷ് എടുക്കാം. എന്നിട്ടിതാ ഇവൻ്റെ മൂട് ഒട്ടിച്ചെടുക്കാം. എന്നിട്ടിതാ ഈ ഒരു ഇതുണ്ടോ വെയിൽ അപ്പോൾ ഗായ്സ് നമ്മളെ കൂണ് റെഡി ആയിട്ടുണ്ട്. കാണിച്ചു തരാം. കണ്ടോ ഈ ഇതിൻ്റെ ഫൈനൽ നാളെ കാണിച്ചു തരും കേട്ടോ. ഞാനൊന്ന് കയ്യേക്കിട്ടില്ല കേട്ടോ. അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. അപ്പോൾ എല്ലാവർക്കും ബൈ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. അപ്പോൾ എല്ലാവർക്കും ബൈ.